എടാ, എല്ലാവർക്കും വേണ്ടത് നല്ല മരണം. നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ എന്ന് പറഞ്ഞ് ഒരെണ്ണം. എടാ, നമ്മൾ ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. നല്ല മരണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കടങ്ങളൊക്കെ തീർത്ത് അൽഹംദുലില്ലാ ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് നബിതങ്ങളെ സാക്ഷിയാക്കി മരിക്കണം. നെറ്റിത്തടം വിയർക്കണം, മൂക്കിൻ്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണം എന്ന് പറഞ്ഞാൽ. എടാ, നല്ല മരണം കിട്ടിയവൻ്റെ മുഖത്ത് നോക്കി അറിയാം അത് നല്ലതാണോ മോശമാണോ. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു നന്മ പറഞ്ഞേ. നിസ്കാരം ഉണ്ടില്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്നാഴത്തേനെയും കുലുഹോല്ലയും 4 പേര് കാണാനുണ്ടെങ്കിൽ നീ ബക്കറ ഓതിയിട്ട് വേണമെങ്കിൽ നിസ്കരിക്കും അല്ലേ? ഉസ്താദ്, എൻ്റെ വാപ്പ ഒരു മുഖത്തൊരു ക്ഷീണം, 3 മണിക്ക് എഴുന്നേറ്റ പിന്നെ ഞാൻ ഉറങ്ങാറില്ല. എത്ര കാലമായി എന്നറിയോ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ്കാരുണ്ടെന്നായി പറഞ്ഞതിനർത്ഥം. എന്തേ സഹോദരാ ക്ഷീണിച്ചു പോയത്? എൻ്റെ പൊന്നാര ആമിന, തിങ്കളും വ്യാഴവും ഓർമ്മ വെച്ച കാലം മുതൽ നോമ്പാ എനിക്ക്. ഞാൻ 1998 പോയപ്പോൾ, ഹജ്ജിന് പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നു. 2000 പോയപ്പോൾ അങ്ങനെയാണ്. ഞാൻ 5 ഉംറ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരോട് പറയുക നമ്മൾ, എടാ സദസ്സ് പള്ളിയിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് പൈസ ചോദിച്ചാൽ ചാടി എഴുന്നേറ്റ് പറയും ഞാൻ തരാമെന്ന്. ഒറ്റയ്ക്ക് വീട്ടിൽ പോയി നോക്കിക്കേ, ഗേറ്റ് പോലും തുറക്കൂല നമ്മൾ. നമ്മുടെ നന്മകളിതാ, നമ്മുടെ നന്മ നാട്ടുകാർക്കറിയാം, അള്ളാഹ്നറിയില്ല ചങ്ങാതി. എൻ്റെ പൊന്നാര സഹോദര, അള്ളാഹ് അറിയാൻ വേണ്ടി ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ നബിതങ്ങളുടെ മുമ്പിൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നു. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നു. നബിതങ്ങളുടെ റൂഹ് പിടിക്കണ സമയത്ത് ആ നബിതങ്ങൾ ചോദിച്ചു, അസ്റായിൽ ഒന്ന് പതുക്കെ പിടിക്കോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിലെ. ഏത് നബി? മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ വീടിനകത്തിരുന്ന അവസാനത്തെ പൈസയും എടുത്ത് പാവങ്ങൾക്ക് കൊടുത്ത നബി. മരിക്കുന്നതിൻ്റെ തലേ ദിവസവും തൻ്റെ വീടിനകത്തിരുന്ന പൈസയെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ചാടി ആയിഷയോട് പറഞ്ഞു, എടുത്തുകൊണ്ട് വരാൻ, എളുപ്പം കൊണ്ടുവാ. നബി നിങ്ങൾ കരഞ്ഞടോ പൈസ കണ്ടിട്ട്. എന്തേ നബിയെ കരയണേ? ഇതെൻ്റെ വീട്ടിലിരിക്കണ സമയത്ത് ഞാൻ മരിച്ച അള്ളാഹിനോട് ഞാൻ എന്തു പറയും? ആയിഷ, കൊണ്ട് പാവങ്ങൾക്ക് കൊടുക്ക്. തൻ്റെ വീട്ടിലിരുന്ന അവസാനത്തെ 1 രൂപയും പാവങ്ങൾക്ക് കൊടുത്ത നബിതങ്ങൾ അസ്റായിലിനോട് പറയുക, ഒന്ന് പതുക്കെ പിടിക്കാൻ, എനിക്ക് വേദനിക്കുന്നു അസ്റായിലെ. എനിക്കറിയില്ല നബിയെ. അസ്റായിൽ പറഞ്ഞ മറുപടി, ഇതിനേക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല. നബിതങ്ങൾ എഴുന്നേക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അവസാനം അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങൾ മുഖത്തൊഴിച്ചു. എന്തുകൊണ്ട്? മരണത്തിൻ്റെ വേദന താങ്ങാൻ പറ്റാത്തതുകൊണ്ട്. ഈ ലോകത്ത് അല്ലാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള നബിതങ്ങളാണിത് പറഞ്ഞതെങ്കിൽ ഞാൻ എത്ര കരയോടോ, നിങ്ങളെത്ര കരയോടോ. കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുത്തിട്ടിട്ട് ആ ഡബ്ബയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ പെടയുന്നത് നമ്മൾ നോക്കി നിൽക്കും. വലിയ പെരുന്നാളിന് പോത്തിനെയും ആടിനെയൊക്കെ അറുത്തിടുമ്പോൾ കൈയിട്ടടിച്ച് കാലിട്ടടിച്ച് തുള്ളി തുള്ളി ചാടി അവസാനം തലയിങ്ങനെ അടിച്ചടിച്ചടിച്ച് ആ മൃഗം മരിക്കുന്നത് ഞാനും നിങ്ങളിങ്ങനെ രസിച്ച് കാണും. എന്നാ ചിന്തിച്ചിട്ടുണ്ടോ? അത് കാലിട്ടടിക്കുന്നത് കോമഡി കേട്ടിട്ടല്ല, മരണത്തിൻ്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടാ. ആ കോഴി ചിറകിട്ടടിക്കുന്നത്, തലയിട്ടടിക്കുന്നത്, കടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് ആ മരണത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെയാ. ആ കോഴിയോട് കാണിച്ച കരുണ പോലും അല്ല എന്നോട് നിങ്ങളോട് കാണിക്കില്ല. ആ പോത്തിനോട് കാണിച്ച കരുണ പോലും റബ്ബ് നമ്മളോട് കാണിക്കില്ല. കാരണം പോത്തിന് കാലിട്ടടിക്കാൻ, കൈയിട്ടടിക്കാൻ, തലയിട്ടടിക്കാം. എനിക്കും നിങ്ങൾക്കോ പറ്റൂല്ലടോ. 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. ആ മരണം എപ്പോൾ എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. എന്തുണ്ട് മോനെ നിൻ്റെ ജീവിതത്തിൽ? എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ ആയുസ്സിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നല്ലോ. അല്ല നിനക്ക് തന്നിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഒരെണ്ണമെങ്കിലും, ഒരു നന്മയെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വഴുത് കടിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ നീ അങ്ങ് മരിച്ച
എന്തുണ്ട് നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ? അതുകൊണ്ട് സഹോദര സഹോദരി, മരിക്കുന്നതിന് മുമ്പ് എപ്പോൾ അസ്റായിൽ വന്നാലും അൽഹംദുലില്ലാ ഒരു നല്ല മരണം കിട്ടാൻ ഒരു നന്മ ചെയ്തു വെക്കുന്നത് നല്ലതാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയാൻ ആരെയും നിർത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് കടക്കാരനായി മരിച്ചാൽ അത് വലിയ സങ്കടമാണോ? എത്ര വലിയവനാണെങ്കിലും കടക്കാരനായി മരിച്ചാൽ അവൻ്റെ കാര്യം കഷ്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരല്പം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സഹോദര, ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ സദക്ക ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ആ കടം വീട്ടുന്നതിലേക്കൊരു ചെറിയ സദക്ക ഇൻഷാ അല്ലാഹ് ഞാൻ ആര് തരുമെന്ന് എനിക്കറിയില്ല. റബ്ബാണ് മനസ്സ് കൊടുക്കുന്നത്, ഞാനല്ല. മരിക്കുന്ന സമയത്ത് നിനക്കിതിൻ്റെ പ്രതിഫലം കാണാം, അത്രയേ ഉള്ളൂ. നീ മരിക്കുമ്പോൾ വഅബ്ശിറൂബിൽ ജന്ന, സ്വർഗം നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തരും. ഉസ്താദെ, ആ കടം വീട്ടുന്നതിലേക്ക് 5000 രൂപ ആരെങ്കിലും ഒരാൾ, ഉസ്താദെ ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ തരാം, ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരൻ 2, 3 2 പേര് കൂടെ എനിക്ക് വേണം. 3 പേരാ, 5000 രൂപ നാളെ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സമാധാനത്തിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. 3 പേരായി. ആരാ? ഒരാൾ കൂടെ 5000 രൂപ. സഹോദരൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ പോകുമ്പോൾ എത്രയോ പോലീസുകാർ കൊണ്ടുപോകുന്നു, എത്രയോ പെറ്റിയടിച്ച് കളയുന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ 3 പേര്. അള്ളാഹു നീ കബൂലാക്കണേ പടച്ചവനെ. ഇവർ 3 പേരും ആരാണെന്ന് എനിക്കറിയില്ല. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അള്ളാഹ് നീ നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ഇവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അള്ളാഹു എല്ലാവിധ മാരക രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ തമ്പുരാന്. 3 ആരെങ്കിലും ഉണ്ടോ? ആരാ പറഞ്ഞ്? സെക്രട്ടറി. ഇൻഷാ അല്ലാഹ് സെക്രട്ടറിയുടെ വകയായിട്ട് 5000 രൂപ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും നല്ല മരണവും അള്ളാഹു കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. 20 ഒരാൾ കൂടെ വേണം. ഒരാളുകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാ വലിയ സന്തോഷം. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാ ഒരാൾ കൂടെ കൈ പൊക്കറോ ഇൻഷാ അല്ലാഹ്. ആ സഹോദരൻ അൽഹംദുലില്ലാ 5000 രൂപ. അള്ളാഹുവേ, ആ ഉയർത്തിയ കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അള്ളാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. 5 ഇൻഷാ അല്ലാഹ്. ആരാണ്? ആരാ ഉസ്താദ്? പ്രസിഡന്റ് ഇൻഷാ അല്ലാഹ്. പ്രസിഡന്റ് 5000 രൂപ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ തമ്പുരാന്, അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന്. ഈ 6 പേരെയും നീ കൈവിടല്ലേ തമ്പുരാന്. മാരകമായ രോഗങ്ങൾ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. 6 പോരാ, ഒരാൾ കൂടെ വേണം. ആഴ്ചയിലെ ദിവസം എത്ര? 7. 7 ആകാശം, 7 ഭൂമി, എല്ലാം 7. ആരാ? 7ാമത്തെ സഹോദരങ്ങളാ. അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആ സഹോദരന്റെ പ്രയാസങ്ങൾ നീ മാറ്റണേ തമ്പുരാനെ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാനെ. ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. 7 സഹോദരിമാരാരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ നോക്കടാ നീ. എല്ലാ അക്കരെ നിൽക്കുന്നു, ഇടിക്കുന്നതിൻ്റെ ഇരട്ടി പെണ്ണുങ്ങൾ അക്കരെ ഇരിക്കുന്നുണ്ട്. 1 ഗ്രാം സ്വർണത്തിന് കൊടുക്കണം 7000 രൂപ. സഹോദരി, നിനക്ക് മരണത്തിൻ്റെ വേദന എന്താണെന്ന് അറിയാം. പ്രസവത്തിൻ്റെ വേദന തന്നെ വല്ലാത്തതായിരുന്നു. അപ്പോൾ നല്ല മനസ്സോടെ ഒരു പെണ്ണാരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ഉണ്ട്. പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടോ? 7 പേരായി. സഹോദരിമാരാരെങ്കിലും ഉണ്ടോ? ദുആ ചെയ്യട്ടെ പെട്ടെന്ന്. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നസീമ ആണ്ട അത്ര എണ്ണ ഇരുന്നപ്പോൾ ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാ പടച്ചവനെ. നസീമ എന്ന സഹോദരി റബ്ബേ 5000 രൂപ സ്വതക്ക ചെയ്തിരിക്കുന്നു റഹ്മാനെ. കടക്കാരിയാക്കി മരിപ്പിക്കല്ലേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. സ്വരീരത്ത് സ്വർണ്ണമിട്ട പെണ്ണുങ്ങളിരിക്കുമ്പോ, ഒരുപാട് പൈസയുള്ള പെണ്ണുങ്ങളിരിക്കുമ്പോ, അവരുടെ ഇടയിൽ പറഞ്ഞ പെങ്ങളാ റബ്ബേ കൈവിടല്ലേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. 8 ഇനി ആരെങ്കിലും ഉണ്ടാ? 2 കൂടെ വേണോടോ.
10 സ്വർഗത്തിൽ പോന്നെ. 10 പേരാ സ്വർഗത്തിൽ പോവാ. ഉണ്ടാ 9. സുമ്മരില്ലാ അന്നബി ബക്കരിം വഅൻ ഉമരി വഅൻ അലിയും വഅൻ സുമാനദിൽ കറമി സഅദ്ന സഈദിൻ സുബൈരിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനു ഫിൽ ആസിദിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. 9. 10 പേരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു 10 പേരും സ്വർഗത്തിലാണെന്ന്. ഇപ്പോൾ 9 പേരായി, ഒരാൾ കൂടെ വേണം. ഞാൻ 10 പേര് സുമ്മരില്ലാ അന്നബി ബക്കരിം വഅൻ ഉമരി വഅൻ അലിയും വഅൻ സുമാനദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനു ഔഫിൽ ആഷിദിൽ കറമി. 10 പേര്, 9 എണ്ണമായി. എന്ത് പറ്റിയപ്പാ? എന്താ അത്? വഴുത കേൾക്കാൻ വന്ന നായ? എന്തിനാടാ പേടിക്കണേ? അസുഹാബുൽ കഹഫിന് കാവലിരുന്ന നായ സ്വർഗത്തിലടാ ചങ്ങാതി, മനുഷ്യൻ വരുന്നില്ലടാ. അത് എത്രയോ നല്ല ജീവിയാ. വഴുത കേട്ടിട്ട് പോണേല്ല, നിങ്ങൾ ഓടിക്കില്ല അതിനെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാക്കാമാരെ, ചങ്ങായിമാരെ, 9 ആയി. ഒന്നുകൂടെ നോക്കാക്കരെ. 10ാമത്തെ ആളാരാ? സമയം പോകണോട്ടോ, ഒരാളോട് എനിക്ക് വേണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമോ. ഇത് നമ്മളെ ഒരു സഹോദരി മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, ഭർത്താവിൻ്റെ സ്കൂളിലെ ആവശ്യങ്ങൾ ഹൈറാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാനും, മോന് നാളെ പരീക്ഷയുണ്ട്, അത് വിജയിക്കുന്നതിനൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞാ ദുആ ചെയ്തൂടെ? അപ്പം ഇൻഷാ അല്ലാഹ് 50000 രൂപ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെയാണ്. അപ്പം പ്രസിഡന്റ് ഇവിടുത്തെ ആരായിരുന്നു? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ ഉസ്താദ്? പേര് സുലൈമാനൊക്കെ? സലീമൊക്കെ. സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ആരാ? വൈസ് പ്രസിഡന്റ് ആരാ? ആദ്യം കൊടുക്കേണ്ടത് കമ്മിറ്റിക്കാരാ. കൊടുത്തതൊന്നും പറയില്ല ഉസ്താദ്, അതൊക്കെ മാമല്ല പോയി. ഇപ്പോഴത്തെ കാര്യം, ഇന്ന് ജീവിക്കാൻ ആയുസ് തരുമ്പോൾ ആദ്യം കമ്മിറ്റിക്കാരാണ് മാതൃകയാകേണ്ടത്. ഉണ്ടാ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി 5000 രൂപ. അള്ളാഹുവെ, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിഞ്ഞില്ല, പെണ്ണിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നീ സാധിപ്പിച്ചു കൊടുക്കണേ പടച്ചൻ. അപ്പം വൈസ് പ്രസിഡന്റ് ആരാപ്പാ? അബ്ദുൾ റഷീദ് ക ഉണ്ടോ? റഷീദ് ക എന്താ ഇപ്പം? അബ്ദുൾ റഷീദ് ഇവിടെ കാണണ്ട. സെക്രട്ടറി ആരാ? സെക്രട്ടറി ഹാരിസ് ക. ഇവിടുത്തെ ഖജാൻജി ആരാപ്പാ? അനീഷ്. നിങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ചിരിയൊക്കെ പിന്നെ ആദ്യം കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരൊരുപാട് ഇതിനു വേണ്ടി കൊടുത്തവരാ, പക്ഷേ ആദ്യം മാതൃകയാകേണ്ടത് അവരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരി ഒരു 4000 രൂപ. അള്ളാഹു ആ പാപത്തിൻ്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ചൊടിയുണ്ടോ? ഉസ്താദ് 5000 ചോദിച്ചു എന്ന്. ഉസ്താദ് 5000 ചോദിച്ചു. 1000 ആയിരുന്നെങ്കിൽ 1000 രൂപ കൊടുക്കാൻ മനസ്സുള്ള ഒരാൾ കൈവക്കിക്കേ. 1000 രൂപ, ഞാൻ 5000 അല്ലേ ചോദിച്ചേ. 1000 കൊടുക്കാൻ മനസ്സുള്ള ഒരാൾ കൈവക്കറോ? ഉണ്ടാ, അത് മതി. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം, എനിക്ക് വാഴൊന്നും പറയാനറിയില്ല, ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെടൂലേ? പോയി, എല്ലാം പോയി. ഞാൻ നിങ്ങളോട് പൊരുത്തം തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നു ഇൻഷാ അല്ലാഹ് നോക്കാം സിറാജേന്ന്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നോക്കാമെന്ന്. നോക്കണ്ട, പൊരുത്തം മതി. പൊരുത്തപ്പെടുവോ? പൊരുത്തപ്പെടുമല്ലേ? അള്ളാഹു നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലവും മഴയൊക്കെ കാണൂല്ലേ? അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമൊക്കെ നബിതങ്ങളോടുള്ള മഹബത്താടോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും മഹബത്തൊക്കെ അത് റബീഉൽ അവ്വൽ 12 തീരുന്ന കാര്യമൊന്നുമല്ല. അത് മരിക്കുന്ന കാലം വരെ ഉണ്ടാകണം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ നബിദിനമൊക്കെ കടന്നു വരുമ്പോൾ, നബിയുടെ ജന്മദിനമൊക്കെ കടന്നു വരുമ്പോൾ ഇതിനെയൊക്കെ നിഷേധിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഇതൊന്നും ഇല്ല. നബിതങ്ങൾ സാധാരണ ഒരാളാണെന്ന് പറഞ്ഞിടക്കണ ചിലതുണ്ട്. അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നബിതങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയും അഷ്റഫുൽ ഖൽക്ക് പറയില്ലേ? ഈ അഷ്റഫുൽ ഖൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാവരും അഷ്റഫുൽ ഖൽക്ക് അഷ്റഫുൽ ഖൽക്ക് എന്ന് പറയുന്നു. അഷ്റഫുൽ ഖൽക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം
അള്ളാഹു ആകാശത്തിൻ്റെ മുകളിലും ആകാശത്തിൻ്റെ താഴെയും ഭൂമിയുടെ മുകളിലും ഭൂമിയുടെ താഴെയും അള്ളാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് അല്ല പടച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠയുള്ളത് എന്തിനാ? സ്വർഗത്തിനാണോ? പറ കാക്ക, സ്വർഗത്തിനാണോ? അള്ളാടെ അർശിനാണോ? കുർശിനാണോ? കഅബയ്ക്കാണോ? അല്ലടോ. ഇത് മുഴുവനും പടയ്ക്കാൻ ആരാ കാരണക്കാരൻ? ഉറക്കെ പറഞ്ഞോ, ആരാ? മുത്തുനബിയുടെ, നമ്മുടെ മുത്തുനബി. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് എന്ന് പറയുക. ലോകത്തല്ല പടച്ചതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ആള്. നമ്മളൊക്കെ ഇന്ന് പലരും പറയും മുഹമ്മദ് നബി എന്താ പറയാ? കൊച്ചാപ്പാട മോൻ അല്ലേ? സിറാജ് ഉസ്താദ് ഷാജാൻ ഉസ്താദ് എന്ന് വിളിക്കണമല്ലോ മുഹമ്മദ് നബി എന്ന്. അള്ളാന്റെ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും അല്ല പോലും വിളിച്ചിട്ടില്ല മുഹമ്മദ് നബി എന്ന്. വിളിച്ചിട്ടുണ്ടോ? ഖുർആനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും അല്ല മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് കാണാവോ? ഇബ്രാഹിം നബിയെ വിളിച്ചു യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, നൂഹേ, സുലൈമാൻ, യൂനുസ്, യാ യഹ്യ. എല്ലാവരുടെയും പേര് അല്ല ഖുർആനിൽ വിളിച്ചിട്ടുണ്ട്. പക്ഷേ നബിതങ്ങളെ വിളിക്കുമ്പോൾ അല്ല വിളിച്ചത് നബിയെ, റസൂലേ, മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അല്ല എപ്പോഴും അല്ല പോലും ബഹുമാനത്തോടെ വിളിച്ച ആളാ മഹാനായ നബിയിന റസൂലുള്ളാഹി. ആ നബിതങ്ങളെ നമ്മുടെ നെഞ്ചത്ത് കൊണ്ട് നടക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ നബിതങ്ങളുടെ പൊരുത്തം നൽകുമാറാകട്ടെ. ആ നബിതങ്ങളുടെ ശഫായത്ത് നൽകുമാറാകട്ടെ. ആ നബിതങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഒരു സഹോദരി 5000, പിന്നെ ഒരാൾ 2000, പിന്നെ ഒരാൾ 1000. ഇതിൻ്റെ ഒരു പ്രവർത്തകൻ 5000 രൂപ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെയും സദക്ക നീ സ്വീകരിക്കണേ. അവിടെ ചവനെ അർഹമായ പ്രതിഫലം കൊടുക്കണേ. അള്ളാഹ് എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റണേ. അള്ളാഹ് മുഹമ്മദ് ഇർഫാന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു നീ സ്വീകരിക്കണേ. അവിടെ ചവനെ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. അർഹം റഹീമായ റബ്ബേ, ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ. അല്ലാഹ് അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. അല്ലാഹ് എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ. അല്ലാഹ് അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്ലിസിലില്ല റബ്ബേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ. അല്ലാഹ്